ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ദീപാവലി. ആരെങ്കിലും വൈകുന്നേരം മാത്രമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് ഹാപ്പി ദീപാവലി, ഹാപ്പി ദീപാവലി. മറ്റുള്ളവർക്കും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഹാപ്പി ദീപാവലി. എന്നും ദീപാവലി ആവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീത പഠനം ഇന്ന് 17 18 ദിവസമാണ് തോന്നുന്നു. 17 18 ഓർമ്മയില്ല. 11 4 15 പ്ലസ് 16 17 ഇന്ന് 18 18-ാം ദിവസം തന്നെ. ഏവർക്കും സുസ്വാഗതം. ഭഗവത്ഗീത 1-ാം അധ്യായത്തിലാണ് നമ്മൾ. അർജുന വിഷാദ യോഗം എന്ന ഭാഗത്താണ് ആ ഭഗവത്ഗീത ഉപദേശിക്കുന്ന ആ സന്ദർഭം, ആ പശ്ചാത്തലം വർണ്ണിക്കാൻ വേണ്ടിയാണ് 1-ാം അധ്യായം.
അല്ലാതെ ഒന്നാം അധ്യായത്തിൽ നമുക്ക് ഫിലോസോഫിക്കലായിട്ടുള്ള ഒന്നും പഠിക്കാനില്ല. ആധ്യാത്മിക തത്വങ്ങളൊന്നും പഠിക്കാനില്ല. ആ ഭഗവത്ഗീതയുടെ ഗൗരവം അത് വർദ്ധിക്കുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനെ കാണുമ്പോഴാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ പശ്ചാത്തലം വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുവരെ എടുത്ത ശ്ലോകങ്ങൾ ഒന്ന് ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീത പ്രഥമോऽധ്യായഃ. അർജുന വിഷാദയോഗഃ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അത്ര ശൂരാ മഹേശ്വാസാഃ ഭീമാർജുന സമായുധി. യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ദൃഷ്ടകേതുശ്ചേകിദാനഃ കാശിരാജശ്ച വീര്യവാൻ. പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ. സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ. നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ. അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. അന്യേ ച ബഹവഃ ശൂരാः മദർത്തേ ത്യക്തജീവിതാः. നാനാശസ്ത്രപ്രഹരണാः സർവേ യുദ്ധവിശാരദാः. നാരായണ. ഈ 9 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ധൃതരാഷ്ട്രയുടെ ചോദ്യം, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുവാൻ തൽപരരായി അണിചേർന്നവരായ എൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു സഞ്ജയ എന്നായിരുന്നു. അതിന് സഞ്ജയൻ മറുപടി കൊടുക്കുന്നതാണ് ഭഗവത്ഗീത മുഴുവൻ. വ്യാസനിൽ നിന്ന് ദിവ്യദൃഷ്ടി ലഭിച്ചതായിട്ടുള്ള സഞ്ജയൻ യുദ്ധരംഗത്ത് എവിടെ നിന്നാലും എല്ലാം കാണുന്ന ആളാണ്. യോദ്ധാക്കളുടെ മനസ്സിലുള്ള ചിന്തകളും സംഘർഷങ്ങളും അതെല്ലാം വായിച്ചെടുക്കാനുള്ളതായിട്ടുള്ള ദിവ്യദൃഷ്ടി ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ധൃതരാഷ്ട്രർക്ക് യുദ്ധരംഗത്ത് നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വർണ്ണിച്ചു കൊടുക്കുന്നതായിട്ടാണ് മഹാഭാരതത്തിലെ ഭഗവത്ഗീതാ പർവവും അല്ലെങ്കിൽ യുദ്ധരംഗം മുഴുവൻ 18 ദിവസത്തെ യുദ്ധരംഗങ്ങൾ മുഴുവൻ ഈ സഞ്ജയന്റെ വാക്കുകളിലൂടെ ധൃതരാഷ്ട്രൻ കാണുകയാണ്. അപ്പോൾ ഭഗവത്ഗീതയും അങ്ങനെ സഞ്ജയന്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പുത്രന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങി.
രാജാ ദുര്യോധന പാണ്ഡുപുത്രാണാം വ്യൂഢാം ദ്രുപദപുത്രേണ അല്ലേ, അങ്ങനെയുള്ള ധൃഷ്ടദ്യുമ്നാൽ വിന്യസിക്കപ്പെട്ടതായിട്ടുള്ള സൈന്യത്തെ കണ്ട് ആചാര്യൻ്റെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു. ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. അല്ലയോ ആചാര്യ, പാണ്ഡുപുത്രന്മാരുടെ സൈന്യത്തെ കണ്ടാലും അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രനായ ധൃഷ്ടദ്യുമ്നാൽ വ്യൂഹം ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പാണ്ഡവ സേനയെ അങ്ങ് കണ്ടാലും ആ സേനയിൽ ഇന്ന പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, മഹാരഥന്മാർ, അതിരഥന്മാർ എന്ന് പറഞ്ഞ് യുയുധാനോ വിരാടശ്ച എന്നാരംഭിച്ച് 17 പേരുകൾ എടുത്തെടുത്ത് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ സൈന്യത്തിലുള്ള പ്രധാനികളെയും അങ്ങ് കേട്ടോളൂ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ. നമ്മുടെ സൈന്യത്തിലുള്ള വിശിഷ്ടന്മാരായിട്ടുള്ള ആളുകളെയും അങ്ങ് മനസ്സിലാക്കിക്കോളൂ. മമ സൈന്യസ്യ നായകാഹ, എൻ്റെ സൈന്യത്തിൻ്റെ നായകന്മാരാകുന്നു. താൻ സംജ്ഞാർത്ഥം ബ്രവീമി, അവരെ അറിയുവാൻ വേണ്ടി ഞാൻ എടുത്തു പറയാം, അവരുടെ പേരുകൾ ഞാൻ എടുത്തു വർണ്ണിക്കാം എന്ന് പറഞ്ഞ് ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തിർ വേണമെങ്കിൽ ജയദ്രഥഃ എന്നും കൂടി കൂട്ടിയാൽ 8 പേര് പ്രമുഖരായിട്ടുള്ള ആളുകളെ എടുത്തു പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള എണ്ണമില്ലാത്ത ശൂരന്മാരും നമ്മുടെ സൈന്യത്തിലുണ്ട്. അന്യേച്ച ബഹവ ശൂരാഹ മദർത്തെ തെക്തജീവിതാഹ, എനിക്ക് വേണ്ടി ജീവിതത്തെ ത്യജിച്ചു വന്നവരായിട്ടുള്ള ആളുകൾ, നാനാ ആയുധങ്ങൾ പ്രഹരിക്കുന്നതിലും യുദ്ധവിശാരദന്മാരുമായിരിക്കുന്ന ആളുകളാണ് എല്ലാവരും. അങ്ങനെയുള്ള അനേകം പേർ എനിക്ക് വേണ്ടി പ്രാണനെ ത്യജിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇത് പറഞ്ഞത് വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ അറം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് വേണ്ടി പ്രാണനെ ത്യജിച്ചു വന്നിരിക്കുന്നവർ, പ്രാണനെ പോലും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചതെങ്കിലും പ്രയോഗിച്ചു വന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാണനെ ത്യജിച്ചവർ, തെക്താഹ മദർത്തെ തെക്തജീവിതാഹ എന്നായിപ്പോയി. അത് തന്നെ സംഭവിക്കുന്നു ഭാവിയിൽ 18 ദിവസത്തെ യുദ്ധം കഴിയുമ്പോൾ. അപ്പം ഇങ്ങനെ ദ്രോണരുടെ അടുത്ത് ചെന്ന് ദ്രോണരുടെ പ്രത്യേക ശ്രദ്ധക്കായിക്കൊണ്ട്, അറിവിലേക്കായിക്കൊണ്ട്, ദ്രോണരെ പ്രകോപിപ്പിക്കാനായിക്കൊണ്ട് ആണ് ദുര്യോധനൻ ഇപ്രകാരം ചെന്ന് പറയുന്നത്. ഇനിയും ആ ദുര്യോധനന്റെ വാക്കുകൾ തുടരുകയാണ് ദ്രോണരോട്. രണ്ട് ശ്ലോകങ്ങൾ കൂടെ, 10ഉം 11ഉം ശ്ലോകങ്ങൾ കൂടെ ദുര്യോധന വാക്കുകളാണ്. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഭഗവത്ഗീതയിൽ ദുര്യോധനന്റെ ശബ്ദം കേൾക്കില്ല. അത് കഴിഞ്ഞാൽ പിന്നെ സഞ്ജയൻ കഥ തുടരുകയാണ്. പിന്നെ ഭഗവാനും അർജുനനും തമ്മിലുള്ള സംവാദമായി അത് പരിണമിക്കുകയാണ്. അപ്പൊ ദുര്യോധനന്റെ വാക്കുകൾ 2 ശ്ലോകം കൂടിയുണ്ട്, അത് നോക്കാം നമുക്ക്. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ദുര്യോധനൻ ആചാര്യനോട് അടുത്ത് ചെന്ന് സ്വകാര്യമായി പറയുകയാണ്, അസ്മാകം ഭീഷ്മാഭിരക്ഷിതം തദ്ബലം അപര്യാപ്തം. അസ്മാകം നമ്മുടെ ഭീഷ്മാഭിരക്ഷിതം ബലം തദ്ബലം എന്നാ പറഞ്ഞത്. തദ്ബലം എന്ന് പറഞ്ഞാൽ ആ ബലം എന്നാണ് അർത്ഥം. അപ്പൊ ദൂരെ നിൽക്കുന്നത്
ഇപ്പൊ ഈ ദുര്യോധനനും ദ്രോണനും കൗരവ സൈന്യത്തിന്റെ മുൻനിരയിലേക്ക് വന്ന പാണ്ഡവ സൈന്യത്തെ നോക്കി കാണുകയാണ്. അപ്പൊ പാണ്ഡവ സൈന്യമാണ് ദുര്യോധനനിപ്പോ സമീപസ്ഥം. അതുകൊണ്ട് പാണ്ഡവ സൈന്യത്തെ ഇത് 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 എന്ന് പറയുമ്പോൾ തന്റെ സൈന്യത്തെ അത് അത് എന്നാ പറയുന്നത്. അപ്പൊ തനിക്ക് പരോക്ഷമായിരിക്കുന്നതാണ്, കുറച്ച് ദൂരെ നിൽക്കുന്നതാണ് തന്റെ സൈന്യം, കൗരവ സൈന്യം. അത് തദ്ബലം എന്ന് പറഞ്ഞു. ആ ബലം നമ്മുടെ സൈന്യം ഭീഷ്മരാൽ രക്ഷിതമായിരിക്കുന്ന തദ്ബലം, ഭീഷ്മാഭിരക്ഷിതം തദ്ബലം അപര്യാപ്തം, അത് അപര്യാപ്തമാണ് എന്ന് പറഞ്ഞിട്ട് ഏതേഷാം ഭീമാഭിരക്ഷിതം ഇതം ബലം തൂ. ഏതേഷാം എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്നാണ് അർത്ഥം. ഇവര് എന്ന് പറയുമ്പോ പാണ്ഡവന്മാരുടെ. അപ്പൊ അടുത്ത് ചെന്നിട്ടാ പറയണ, അടുത്ത് നിന്നുകൊണ്ട് പറയണ ഏതേഷാം ഇവരുടെ ഭീമാഭിരക്ഷിതം ഇതം ബലം തൂ. ഈ ബലമാകട്ടെ, ഈ സൈന്യമാകട്ടെ പര്യാപ്തം, അത് പര്യാപ്തമാണ് എന്നാണ്. ഈ ശ്ലോകത്തെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പല പണ്ഡിതന്മാരും. വാസ്തവത്തിൽ ഇവിടെ ദുര്യോധനൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എങ്കിലും ആ പ്രയോഗങ്ങളിൽ ഉള്ളതായിട്ടുള്ള ഭീമാഭിരക്ഷിതമെന്നും ഭീഷ്മാഭിരക്ഷിതം എന്നുമുള്ള ആ പ്രയോഗങ്ങളും അപര്യാപ്തം പര്യാപ്തം എന്നുള്ളതും രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ തൻ്റെ ആചാര്യനെ രഹസ്യമായി വന്ന് സമീപിച്ച് പറയാനുള്ള കാരണവും എല്ലാം കൂടി ചിന്തിക്കുമ്പോൾ ദുര്യോധനന്റെ ഉള്ളില് തൻ്റെ സൈന്യം അത് വേണ്ടത്ര ശക്തിയുള്ളതാണെന്നുള്ള തോന്നലില്ല. ഒരു ആത്മവിശ്വാസം കുറഞ്ഞ ഒരു അവസ്ഥയിലാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതേ ശ്ലോകമൊക്കെ വേറെയും പല ഭാഗത്തും ദുര്യോധനൻ പ്രയോഗിക്കുന്നുണ്ട്. അവിടെ കുറെ കൂടി ആത്മവിശ്വാസത്തിലാണ്. ഉദ്യോഗപർവം ധൃതരാഷ്ട്ര ചോദിക്കുമ്പോൾ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി എന്ന് സഭ കൂടി ചർച്ച ചെയ്യുന്നതായുള്ള സമയത്ത് ദുര്യോധനൻ നന്നായി പൊങ്ങച്ചം പറയുന്നുണ്ട്. നമ്മുടെ സൈന്യം എന്തുകൊണ്ടും പര്യാപ്തമാണ്, എന്തിനും തയ്യാറാണ്, പൂർണ്ണ സജ്ജമാണ്, ഇന്നവരൊക്കെ നമ്മുടെ സൈന്യത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്, അതുകൊണ്ട് വിജയം നമുക്ക് സുനിശ്ചിതമാണ് എന്ന് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, യുദ്ധരംഗത്തേക്ക് വരുന്നതിന് മുമ്പ് അച്ഛനെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട്. സഭയിൽ വെച്ച് ധൃതരാഷ്ട്രോട് പറയുന്നുണ്ട്, നമ്മുടെ സൈന്യം എല്ലാം കൊണ്ടും തികഞ്ഞിട്ടുണ്ട്, പാണ്ഡവന്മാരുടെ സൈന്യത്തെക്കാൾ നമ്മുടെ സൈന്യത്തിനാണ് അംഗസംഖ്യവും എല്ലാം കൊണ്ടും ബലവും എല്ലാം കൂടുതൽ. ഭീഷ്മരും ദ്രോണനും കർണനും അശ്വത്ഥാമാവും ശല്യരുമൊക്കെ നമ്മുടെ പക്ഷത്താണുള്ളത് എന്നൊക്കെയുള്ള ആ വാചക കസർത്തൊക്കെ വേറൊരു ഭാഗത്തുണ്ട്. പക്ഷെ ഇവിടേക്ക് വന്നപ്പോഴേക്കും യുദ്ധരംഗത്ത് വന്നപ്പോ നേരിട്ടുള്ള ആ രംഗം കണ്ടു കഴിഞ്ഞപ്പോൾ അതില് ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുര്യോധനന്റെ ഉള്ളിലുള്ള ആ ഒരു വ്യാകുലത, ഒരു ആധി, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ഓടി വന്നതും. തൻ്റെ ഉള്ളിലുള്ള അസ്വസ്ഥത ആരോടെങ്കിലും പറഞ്ഞു തീർക്കണ്ടേ, അതിന് ശക്തനായിട്ടുള്ള ഒരു ആലംബനമായിരിക്കുന്ന ആചാര്യനോട് തന്നെ പറഞ്ഞ് അദ്ദേഹത്തെ തന്നെ കൂടുതൽ പ്രകോപിപ്പിച്ച് യുദ്ധത്തിൽ തീവ്രമായി പാണ്ഡവ സൈന്യത്തെ ആക്രമിക്കുവാനുള്ള ഒരു പ്രേരണ അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആചാര്യന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ബലമാകട്ടെ തദ്ബലം ഭീഷ്മാഭിരക്ഷിതം അപര്യാപ്തം. അപര്യാപ്തം പര്യാപ്തമല്ലാത്തത്. പാണ്ഡവ സൈന്യത്തെ കീഴ്പ്പെടുത്തുവാൻ ശക്തി പോരാ എന്നാ തോന്നുന്നത്. വേറൊരു ഭാഗത്ത് ഇദ്ദേഹം പറയുന്നത് ഭീഷ്മരോ ദ്രോണരോ ഒറ്റയ്ക്ക് വേണമെങ്കിൽ പാണ്ഡവ സൈന്യത്തെ മുഴുവൻ
പരാജയപ്പെടുത്തും എന്ന് പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്. അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മതി പാണ്ഡവ സൈന്യത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ദ്രോണരോട് സ്വകാര്യമായി പറയുകയാണ് അപര്യാപ്തം എന്ന്. നമ്മുടെ സൈന്യം വാസ്തവത്തില് പാണ്ഡവ സൈന്യത്തെ കീഴ്പ്പെടുത്താൻ അപര്യാപ്തമാണ്. കാരണം ഭീഷ്മാഭിരക്ഷിതം, ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്നതാണ്. ഭീഷ്മർ വാസ്തവത്തിൽ ഈ യുദ്ധത്തില് വലിയ താല്പര്യമുള്ള ആളല്ല. നിവൃത്തികേടുകൊണ്ട് കൗരവപക്ഷത്തെ രക്ഷിക്കാൻ വന്നു നിൽക്കുകയാണ്. അപ്പൊ വളരെ തൽപരനായിട്ടുള്ള ഒരാള് വീറും വാശിയോടും കൂടെ മുമ്പിൽ നേതൃത്വം കൊടുക്കുമ്പോഴേ ആ സൈന്യത്തിന് വിജയം സുനിശ്ചിതമായിട്ടുള്ളൂ. അപ്പോൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ലീഡർ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ സംശയാലുവായിട്ടുള്ള ഒരാളാണ് മുമ്പിൽ നിൽക്കുന്നത്. ഈ യുദ്ധം വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഭീഷ്മർ. അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ട്, നിവൃത്തികേട് കൊണ്ട് നിന്നു പോകുന്നതാണ് അദ്ദേഹം. അതാണ് വാസ്തവം. അദ്ദേഹത്തിന്റെ ഉള്ളില് സംഘർഷം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭീഷ്മാഭിരക്ഷിതം അസ്മാകം ബലം തദ്ബലം അപര്യാപ്തം എന്ന് പറഞ്ഞാൽ ശങ്കയൊന്നുമില്ല. പിന്നെ പറഞ്ഞു അടുത്ത പാണ്ഡവ സൈന്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഭീമാഭിരക്ഷിതം ഇതം ബലം തു പര്യാപ്തം. മറ്റേ സൈന്യത്തിന്റെ സേനാനായകൻ ദൃഷ്ടദ്യുമ്നനാണ് വാസ്തവത്തിൽ. പക്ഷെ ഇവിടെ എടുത്തു പറയണു ഭീമാഭിരക്ഷിതം എന്ന്. ഭീമാഭിരക്ഷിതം എന്ന് പറഞ്ഞാൽ ഭീമനാൽ നല്ലതുപോലെ രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള പാണ്ഡവ സൈന്യം പര്യാപ്തം. അപ്പൊ അതിന്റെ ഉദ്ദേശ്യം എന്താണ്? ഈ പാണ്ഡവ സൈന്യത്തിൽ യുദ്ധരംഗത്ത് ഏറ്റവും അധികം യുദ്ധത്തിനായിക്കൊണ്ട് വെമ്പുന്ന, ഏറ്റവും അധികം പ്രകോപിതനായിരിക്കുന്ന ഒരാളാണ് ഭീമൻ. പാണ്ഡവപക്ഷത്ത് 5 പേരിൽ ഈ ഭീമനാണ് ഈ യുദ്ധം ഒഴിവാക്കരുത് എന്നുള്ള നിർബന്ധം നല്ലോണം ഉണ്ടായിരുന്നു. ഒരു കോംപ്രമൈസും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഓരോരുത്തരും ദൂത് പോകുമ്പോഴും വരുമ്പോഴും അവരെയൊക്കെ ഭീമനാണ് അതിൽ നിന്നൊക്കെ വിലക്കിയിരുന്നത്. ഒരു കോംപ്രമൈസും വേണ്ട, എന്ത് വന്നാലും കൗരവരെ മുഴുവൻ കൊന്നൊടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന ഒരാള് ഭീമനാണ്. കാരണം അദ്ദേഹമാണ് പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടുള്ളത്. ദുശാസനന്റെ മാറു പിളർന്ന് ആ രക്തം താൻ കുടിക്കുമെന്നും പാഞ്ചാലിയുടെ മുടി ആ രക്തം കൊണ്ടേ കെട്ടുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭീമൻ, ദുര്യോധനന്റെ തുട അടിച്ച് പൊളിച്ച് ദുര്യോധനനെ വധിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭീമൻ. അപ്പൊ ഈ ഭീമനാണ് ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, മറ്റുള്ളവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളും, എല്ലാവരെയും പ്രകോപിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്ന, എല്ലാവരെയും പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഗർജിക്കുന്ന സിംഹം മൃഗോദരൻ. ആ ഭീമനാണ് ഇവരുടെ രക്ഷകൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഭീമാഭിരക്ഷിതം ഇതം ബലം തു പര്യാപ്തം. അവരുടെ ആ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും അവരുടെ ഊർജസ്വലതയും അവരുടെ നിശ്ചയദാർഢ്യവും അതുപോലെ 17 മഹാരഥന്മാരെ എണ്ണി എണ്ണി പറയുകയും ചെയ്തു. പാണ്ഡവപക്ഷത്ത് ഏറ്റവും കൂടുതൽ മഹാരഥന്മാര് എണ്ണി എണ്ണി പറഞ്ഞു. ഇവിടെ 8 പേരെ പറഞ്ഞുള്ളൂ കൗരവപക്ഷത്ത്. അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോ തന്റെ സൈന്യത്തിൽ എണ്ണം കൂടുതലുണ്ട് എന്നേ ഉള്ളൂ. 11 അക്ഷൗഹിണി സൈന്യമുണ്ട് തന്റെ പക്ഷത്ത്. പക്ഷെ ഇവിടെ 7 അക്ഷൗഹിണിയെ ഉള്ളുവെങ്കിലും തന്റെ സൈന്യത്തെക്കാൾ 4 അക്ഷൗഹിണി കുറവാണെങ്കിലും ആ കുറവ് നികത്താൻ പര്യാപ്തരായിട്ടുള്ള ആളുകളാണ് ഇതിൽ ഉള്ളവർ മുഴുവൻ. അപ്പൊ കുറെ നമ്പേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ആ തയ്യാറെടുപ്പുകളും വീറും വാശിയും ഉള്ളിലുള്ള പ്രചോദനവും നിശ്ചയദാർഢ്യവും അതൊക്കെയാണ് മുഖ്യം. അതൊക്കെ നോക്കുമ്പോൾ പാണ്ഡവ സൈന്യം
തങ്ങളെ പരാജയപ്പെടുത്താൻ പര്യാപ്തമാണ് എന്ന് ഇവിടെ സ്വകാര്യമായിട്ട് ആചാര്യനോടെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ തനിക്ക് ആശ്വാസമില്ല. അതുകൊണ്ട് പറയുന്നു, സഭയിൽ പറയില്ല അദ്ദേഹം. സഭയിൽ പറഞ്ഞാൽ എല്ലാവരും മോട്ടിവേറ്റഡ് ആവും. സൈന്യ നായകന്മാര്, തൻ്റെ കൂടെയുള്ള എല്ലാവരും, സൈന്യവും, അവരൊക്കെ അപ്പൊ തന്നെ മനസ്സ് വിടും. അപ്പൊ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി സഭയിൽ നന്നായി പൊങ്ങച്ചം പറയും. ഉള്ളിൽ ഭയമുണ്ട്. അത് ആചാര്യനോട് മാത്രം സ്വകാര്യമായിട്ട് വന്ന് പറയണു. ആചാര്യൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഇവിടെ ആചാര്യൻ സൈലന്റ് ആണ്. ദ്രോണാചാര്യൻ ഒരു വാക്കും ഈ പ്രഥമ അധ്യായത്തിൽ അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ മുഴുവൻ ഇല്ല. എന്താ കാരണം? ഇയാളുടെ വെപ്രാളം, ഇയാളുടെ ധിക്കാരം ഒക്കെ വിളമ്പണം. ഒരാചാര്യനോട് ഒരു ശിഷ്യനായി നിന്നുകൊണ്ടല്ല ഇയാളുടെ സംസാരം. താൻ രാജാവ്, ഇദ്ദേഹം തൻ്റെ ഒരു സേനാനായകൻ, ഒരു ഭൃത്യൻ എന്നുള്ള മട്ടിലാണ്. രാജാവിൻ്റെ സ്ഥാനത്ത് എല്ലാറ്റിൻ്റെയും പരമാധികാരിയായിട്ട് താനും തൻ്റെ കീഴിലുള്ള ഒരാളായിട്ടാണ് സേനാനായകനായിട്ടുള്ള ദ്രോണരെ കാണുന്നത്. അപ്പൊ ആ രീതിയിലുള്ള സംസാരം എന്തായാലും ആചാര്യനും വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും അദ്ദേഹവും നിർബന്ധിതനായി ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെയും ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവിടെ ചെയ്യാനുള്ളത്. ഒരു കൂലിത്തല്ലുകാരൻ എന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ളൊരു സ്വന്തമായിട്ടൊരു എന്താ പറയുക, ഉയർന്ന ആദർശം, ഒരു ലക്ഷ്യം നിറവേറ്റാനൊന്നുമില്ല. ഏതെങ്കിലും ഒരു ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട്, ഒരു ന്യായം സാധിക്കാനായിക്കൊണ്ട്, എന്തെങ്കിലും വലിയൊരു ലക്ഷ്യം പ്രാപിക്കാനായിക്കൊണ്ട് മോട്ടിവേറ്റഡ് ഒന്നുമല്ല ദ്രോണരും. ഉണ്ട ചോറിനുള്ള കൂറ് കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭീഷ്മരും ദ്രോണരും രണ്ടുപേരും വേണ്ടത്ര മോട്ടിവേറ്റഡ് ഒന്നുമല്ല. കർണന് വാശിയുണ്ട്. കർണനാണ് കൗരവപക്ഷത്ത് ഏറ്റവും എന്താ പറയുക, പാണ്ഡവരോട് ശത്രുതയുള്ള ആള്, അർജുനനോട് പ്രത്യേകമായി ശത്രുതയുള്ള ആള്. ആ കർണൻ തന്നെയാണ് ഇവരെ പ്രേരിപ്പിച്ച് കൗരവന്മാരെ യുദ്ധത്തിലേക്ക് നയിച്ചത്. അല്ലാതെ ഇവര് രണ്ടുപേരും പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. വേണ്ടത്ര ശ്രമിച്ചിട്ടുമില്ല, മനസ്സിരുത്തിയിട്ടില്ല. അവര് പിന്മാറിയിരുന്നെങ്കിൽ ചിലപ്പോ ദുര്യോധനൻ യുദ്ധത്തിന് നിൽക്കില്ലായിരുന്നു. ഭീഷ്മരും ദ്രോണരും ഞങ്ങൾക്ക് വയസ്സായി, ഞങ്ങൾക്ക് ഇതല്ല പണി. ദ്രോണർക്ക് പറയാമായിരുന്നു, ഞാനൊരു ആചാര്യൻ മാത്രമാണ്, ഞാനൊരു ബ്രാഹ്മണനാണ്, എനിക്ക് ഈ ക്ഷത്രിയന്മാരുടെ ഇതിൽ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കിക്കോളൂ, എനിക്ക് രണ്ടുപേരും നിങ്ങൾ ശിഷ്യങ്ങളാണ്, നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മാത്രമല്ല, ഞാൻ പറയുകയാണെങ്കിൽ ധർമ്മം അവരുടെ പക്ഷത്താണ്, ന്യായം പാണ്ഡവ പക്ഷത്താണ് എന്ന് പറഞ്ഞ് ദ്രോണര് പിൻവാങ്ങിയിരുന്നെങ്കിൽ, ഭീഷ്മരും അതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഈ യുദ്ധം ചിലപ്പോൾ സംഭവിക്കുമായിരുന്നില്ല. പക്ഷെ അവർക്കത് പറയാനും കഴിയുന്നില്ല. നമ്മുടെ ഇന്നത്തെ പല രാഷ്ട്രീയക്കാരുടെയൊക്കെ അവസ്ഥ തന്നെ. ന്യായീകരണ തൊഴിലാളികളെ കാണുന്നില്ലേ നമ്മൾ TV ചാനലിലൊക്കെ? നിവൃത്തികേട് കൊണ്ട് അവരുടെ നേതാക്കന്മാർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ഇരുന്ന് ന്യായീകരിക്കേണ്ട ഗതികേട് അണികൾക്കും മറ്റു നേതാക്കന്മാർക്കും ഉണ്ടല്ലോ അല്ലെ? എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കണമെന്ന് നമ്മൾ കാണുന്ന ഓരോ മാധ്യമ ചർച്ചകളും. അവർ ചെയ്യുന്ന അഴിമതികളെയും കൊള്ളരുതായ്മകളെയും മറച്ചു പിടിക്കാനും ന്യായീകരിക്കാനും ശ്രമിക്കും തോറും പലതും പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കണം. അവരുടെ വായിൽ നിന്ന് തന്നെ അറിയാതെ പലതും വന്നു പോകുന്നു. അതിനെ വെച്ചിട്ടാണ് പിന്നത്തെ ചോദ്യങ്ങള്, ചർച്ചകൾ വളരെ രസകരമാണ്. അപ്പൊ ന്യായീകരണ തൊഴിലാളികൾ എന്തെങ്കിലുമൊക്കെ അവർക്കും കിട്ടിയിട്ടുണ്ട്, അതിന്റെ പങ്ക് പറ്റിയതുകൊണ്ട് അതിനുവേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ വിധിക്കപ്പെട്ടവർ, വേറെ എവിടേക്കും രക്ഷപ്പെട്ട് പോകാൻ അവർക്ക്
വഴിയില്ലാത്ത രീതിയിൽ അവരും കുരുക്കിലാണ്. അങ്ങനെ കുരുക്കിൽപ്പെട്ടതായിട്ടുള്ള ആളുകൾ അവസാനം വരെ പൊരുതാൻ മാത്രം ചാവേറുകളായി വിധിക്കപ്പെട്ടവർ, ആ കൂട്ടത്തിലാണ് നമ്മുടെ ദ്രോണരും ഭീഷ്മരും. അതുകൊണ്ട് തന്നെ അവർക്ക് തീവ്രതയൊന്നുമില്ല എന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ ഒരക്ഷരം മിണ്ടുന്നില്ല ദ്രോണരൊന്നും. ഈ ദുര്യോധനൻ വന്ന് ഇങ്ങനെയൊക്കെ പുലമ്പുമ്പോഴും ഒരക്ഷരം കമാന്ന് മിണ്ടിയിട്ടില്ല. അപ്പോ ഇതം ഏതേഷാം ബലം തു ഭീമാഭിരക്ഷിതം പര്യാപ്തം. ഭീമനാൽ രക്ഷിക്കപ്പെടുന്നതാണ്, അത് പര്യാപ്തമായിട്ടുള്ളതാണ് എന്നത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇവിടെ ഭീമാഭിരക്ഷിതം എന്ന് പറയുന്നതിൽ സാങ്കേതികമായിട്ടും അത് ശരിയാണ്. എന്തുകൊണ്ടെന്നാൽ പാണ്ഡവ പക്ഷത്ത് 7 സേനാനായകന്മാരെ അഭിഷേകം ചെയ്തു യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ. 7 പ്രധാന സേനാനായകന്മാർ: വിരാടൻ, ദ്രുപദൻ, നകുല സഹദേവന്മാര്, ദൃഷ്ടദ്യുമ്നൻ, ഭീമസേനൻ, വേറെ ഒരാളും കൂടി ഉണ്ട്, സാത്യകി. അതിൽ ദൃഷ്ടദ്യുമ്നന് സേനാവിന്യാസങ്ങളുടെയൊക്കെ ചുമതലയാണ് മുഖ്യമായിട്ട്. സേനകളെ എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ട ആള്, പ്ലറ്റൂൺ കമാൻഡർ, ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള റോള് അത് ദൃഷ്ടദ്യുമ്നനാണ്. ദൃഷ്ടദ്യുമ്നന്റെയും മുകളിലാണ് ഭീമന്റെ സ്ഥാനം. ഭീമനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ദൃഷ്ടദ്യുമ്നെയും കൺട്രോൾ ചെയ്യാനാണ്, ദൃഷ്ടദ്യുമ്നന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനാണ്. അപ്പൊ ഭീമനെ അതിന്റെ മുകളിലാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഭീമന്റെ മുകളില് അർജുനനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അർജുനൻ കമാൻഡർ ഇൻ ചീഫാണ്. ഏട്ടന്റെയും മുകളിലാണ്, ഭീമന്റെയും മുകളിലാണ് യുധിഷ്ഠിരൻ അർജുനനെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെയും മുകളിലാണ് ശ്രീകൃഷ്ണ ഭഗവാനെ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനൊരു വ്യവസ്ഥ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവരുടെ എന്താ പറയുക, കോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആയുധം നേരിട്ടെടുക്കുന്നില്ലല്ലോ അദ്ദേഹം, കളിക്കളത്തിൽ കളിക്കുന്നില്ലെങ്കിലും ടീമിന്റെ ഗെയിം പ്ലാൻ മുഴുവൻ ആരുടെ തലയിലാണ്? ഭഗവാന്റെ തലയിലാണ്. ഒരു ഫുട്ബോൾ ടീമിന്റെയോ ക്രിക്കറ്റ് ടീമിന്റെയോ കോച്ചിന്റെ റോളാണ്. അത് കോച്ചിന്റെ നിർദ്ദേശപ്രകാരമേ കളിക്കാർ കളിക്കുള്ളൂ. കളിക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. കോച്ച് എന്താണോ ഡയറക്ഷൻ കൊടുക്കുന്നത് അത് പ്രകാരമാണ് പ്രത്യേകിച്ച് ഫുട്ബോളിലൊക്കെ കളിക്കുക. ആരോട്, ഏത് ടീമിനോട് ഏത് നയമാണ് സ്വീകരിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് വിന്യാസം വേണ്ടത്, ആരൊക്കെ ഏതേത് പൊസിഷനിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യണം, ആരൊക്കെ ഫോർവേഡ് നിന്ന് കളിക്കണം എന്നൊക്കെ ഫുട്ബോൾ ടീമിൽ കോച്ചാണ് പ്ലാൻ ചെയ്യുക. ആ കോച്ചിന്റെ റോളാണ് വാസ്തവത്തിൽ എല്ലാറ്റിനും മുകളിൽ ശ്രീകൃഷ്ണ ഭഗവാന് പാണ്ഡവന്മാർ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥാനം. അദ്ദേഹം നേരിട്ട് ആയുധമെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും എല്ലാം തുടങ്ങി വെക്കുന്നതും ഭഗവാൻ തന്നെയാണെന്ന് നമുക്ക് കാണാം. അപ്പോ ഏറ്റവും മുകളില് ശ്രീകൃഷ്ണ പരമാത്മാ ഭഗവാൻ ഇവരുടെ മുഴുവൻ ലീഡറായിട്ട് മുമ്പിലുണ്ട്. അത് തന്നെയാണ് പാണ്ഡവന്മാരുടെ വിജയത്തിന് കാരണം. ഭഗവാൻ പറഞ്ഞത് എന്തും അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ആ ഭഗവാന്റെ താഴെ അർജുനൻ, അർജുനന്റെ താഴെ ഭീമൻ. ആ ഭീമനാണ് ശരിക്ക് ഇവരെ രക്ഷിക്കുന്ന രക്ഷകന്റെ റോള്. അർജുനനും കൃഷ്ണനും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി അവർക്ക് എവിടെ വേണമെങ്കിൽ പോയി യുദ്ധം ചെയ്യാം. ബാക്കിലുള്ളവരുടെ ടീമിനെ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഡിഫൻസിന്റെ ഏറ്റവും മുഖ്യ ദൗത്യം ഭീമനാണ്. ഈ ടീമിന്റെ അറ്റാക്കിംഗ് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത് ദൃഷ്ടദ്യുമ്നനാണ്, വ്യൂഹ ചമയ്ക്കലൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്ലാനിങ് അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതിൽ ഭീമന് ദൃഷ്ടദ്യുമ്നന്റെയും മുകളിലാണ് സ്ഥാനം. അതുകൊണ്ട് ഭീമാഭിരക്ഷിതം എന്ന് പറഞ്ഞത്
യാതൊരു തെറ്റുമില്ല. ഭീമനാൽ അഭിരക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ഈ പാണ്ഡവന്മാരുടെ സൈന്യം അത് പര്യാപ്തമാണ്, നമ്മെ വെല്ലാൻ പര്യാപ്തമാണ്. ശക്തിയുള്ളവരാണവര്, ഊർജസ്വലരാണ്, മോട്ടിവേറ്റഡ് ആണ് എന്ന് തന്നെയാണ് അതിൻ്റെ താല്പര്യം. മറ്റ് പല വ്യാഖ്യാനങ്ങളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോയി കൺഫ്യൂസ്ഡ് ആവണ്ട. അപര്യാപ്തം എന്നുള്ളതിന് അളവില്ലാത്തതാണ് മറ്റവരുടേത്. പര്യാപ്തം എന്ന് പറഞ്ഞാൽ അളവുള്ളതാണ്, ലിമിറ്റഡ് ആണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് തകർക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നേരിട്ടുള്ള ഈ അർത്ഥം തന്നെ എടുക്കാം. അത് ദ്രോണരോട് പറയുന്നതിൻ്റെ സാങ്കത്യവും ദ്രോണരെ കുറെ കൂടി ജാഗ്രതപ്പെടുത്താൻ വേണ്ടിയാണ്, കുറെ കൂടി തീവ്രമാക്കാൻ വേണ്ടിയാണ്. അങ്ങയുടെ കയ്യിലാണ് കളിയിരിക്കുന്നത്, ഭീഷ്മരെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമൊന്നും ഇല്ല എന്നും കൂടെ അതിൻ്റെ ഒരു സൂചന. അതാ സ്വകാര്യമായിട്ട് ആചാര്യം ഉപസംഗമ്യ, അടുത്തേക്ക് വന്നിട്ടാണ്, ആചാര്യൻ്റെ അടുത്ത് വന്നിട്ടാണ് പറയുന്നത് ഇതെല്ലാം എന്ന് താല്പര്യം. അടുത്ത ശ്ലോകവും ദുര്യോധനൻ്റെതാണ്. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു, സർവേഷു അയനേഷു. അയനം എന്ന് പറഞ്ഞാല് സേനാമുഖം. ഓരോ സേനയുടെയും ഓരോ ഭാഗങ്ങൾ, ഓരോ മുഖങ്ങൾ. ഓരോ വ്യൂഹം ചമയ്ക്കുമ്പോൾ പല മുഖങ്ങളുണ്ടാവും. അപ്പൊ അതില് ഓരോ ഭാഗത്തും പ്രത്യേകമായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ള ആളുകള്. സർവേഷു അയനേഷു യഥാഭാഗം അവസ്ഥിതാഹ. യഥാഭാഗം, യഥാസ്ഥാനം, ഓരോരുത്തർക്കും കൽപ്പിച്ചു നൽകിയിട്ടുള്ള സ്ഥാനം, അവരവർക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് അവസ്ഥിതാഹ ഭീഷ്മം ഏവ അഭിരക്ഷന്തു ഭവന്തഃ സർവേ ഏവ ഹി. ഭവന്തഃ സർവേ ഏവ, നിങ്ങൾ എല്ലാവരും തന്നെ നിശ്ചയമായും, ഹി നിശ്ചയമായും, ഭീഷ്മം ഏവ അഭിരക്ഷന്തു, ആ ഭീഷ്മരെ തന്നെ രക്ഷിക്കണം. ഭീഷ്മരെയാണ് രക്ഷിക്കേണ്ടത് എന്നാണ് ഇവിടെ ദുര്യോധനൻ പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് പരിഹാസം തോന്നും. കാരണം ഭീഷ്മരാണ് ഇവരുടെയൊക്കെ രക്ഷകൻ. സർവസൈന്യാധിപൻ ഭീഷ്മരാണ് കൗരവ സൈന്യത്തിന്റെ. അദ്ദേഹത്തിന് സ്വയം രക്ഷിക്കാനും മറ്റുള്ളവരെയൊക്കെ രക്ഷിക്കാനുമുള്ള ശക്തിയുള്ള ആളുമാണ്. അന്ന് ജീവിച്ചിരിപ്പുള്ള യോദ്ധാക്കളിൽ വെച്ച്, എല്ലാവരിലും വെച്ച് സകല കലാവല്ലഭൻ, സർവശക്തനാണ്, സർവ ആയുധ വിശാരദനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ലോകത്തിൽ ആരുമില്ല. ദേവന്മാർ പോലും നിൽക്കില്ല, പിന്നെയാണോ മനുഷ്യന്മാര്? അപ്പൊ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറയുന്നതിന്റെ താല്പര്യം എന്തായിരിക്കും? എല്ലാ ഭാഗത്തും നിന്നുകൊണ്ട് നിങ്ങൾ ഭീഷ്മരെ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, ഭീഷ്മരാണ് കൗരവ സൈന്യത്തിന്റെ നായകൻ. ഭീഷ്മർ പതിച്ചാൽ കൗരവ സൈന്യം പതിക്കും എന്നുള്ളത് ഉറപ്പാണ്. കൗരവ സൈന്യത്തിന്റെ നെടുന്തൂണ്, നട്ടെല്ല് എന്നൊക്കെ പറയുന്നത് ഭീഷ്മർ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ രക്ഷിക്കണം. ഇവിടെ എന്തിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്? അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഭീഷ്മർക്ക് ആയുധപാണികളായിട്ടുള്ള യോദ്ധാക്കളെ പ്രശ്നമല്ല. ഭീഷ്മര് ഉദ്യോഗപർവത്തിൽ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ശിഖണ്ഡിയോട് മാത്രം യുദ്ധം ചെയ്യില്ല. ശിഖണ്ഡിയോട് മാത്രം ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഭീഷ്മർ. എന്താ കാരണം? ആ ശിഖണ്ഡി സ്ത്രീയായി ജനിച്ച ആളാണ്. ദ്രുപദന് ഉണ്ടായ മൂത്ത സന്തതിയാണ് ശിഖണ്ഡി. ആദ്യം ഉണ്ടായത് പെൺകുട്ടിയായിട്ട്. നമുക്കറിയാതെ അംബയുടെ പുനർജന്മമാണ്.
ഭീഷ്മരെ ശപിച്ച് ആത്മഹത്യ ചെയ്ത് പിന്നെ പുനർജനിച്ച അംബയാണ് ദ്രുപദന്റെ പുത്രിയായി ആദ്യം ജനിക്കുന്നത്. പുത്രിയായി ജനിച്ചു. പക്ഷേ ദ്രുപദൻ തനിക്ക് ആൺകുട്ടി വേണമെന്ന് വിചാരിച്ച് ആൺകുട്ടിയായി വളർത്തുകയാണ്. മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവൻ എങ്ങനെയെങ്കിലും തൻ്റെ പുത്രനെ ഒരു പുരുഷനാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആൺകുട്ടിയായി തന്നെ വളർത്തി. മുമ്പും മഹാദേവൻ ഒരു സ്ത്രീയെ പുരുഷനാക്കിയിട്ടുണ്ട്. നമ്മുടെ സൂര്യവംശത്തിലെ ആദ്യ വൈവസ്വത മനുവിന്റെ മൂത്ത പുത്രനായിട്ടുണ്ട്. അതാണ് ഇള സുദ്യുമ്നായി ഭവിച്ച കഥയുണ്ട് സൂര്യവംശത്തില്. ആദ്യത്തെ സന്തതിയാണ് വൈവസ്വത മനുവിന്റെ മൂത്ത പുത്രിയായിരുന്നു ഇള. ആ ഇള സുദ്യുമ്നായി ഭവിച്ചിട്ടുണ്ട്. പിന്നീട് ഇളയുമായി മാറി. അത് ഭാഗവതത്തിൽ നവമസ്കന്ധത്തിലൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ മഹാദേവൻ അനുഗ്രഹിച്ചാൽ തൻ്റെ പുത്രനായി മാറും എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ദ്രുപദൻ ഈ കുട്ടിയെ ആൺകുട്ടിയായിട്ട് വളർത്തി. പിന്നീട് സ്തൂണാകർണൻ എന്നുള്ള ഒരു യക്ഷൻ ഈ കുട്ടിക്ക് തൻ്റെ പൗരുഷം കൊടുക്കുന്നുണ്ട്. സ്തൂണാകർണൻ എന്ന് പറഞ്ഞ യക്ഷന്റെ പൗരുഷം ഈ ശിഖണ്ഡിക്ക് കൊടുത്ത് ശിഖണ്ഡിയുടെ സ്ത്രീത്വം ആ യക്ഷൻ എടുത്തു. യക്ഷൻ അങ്ങനെയുള്ള ദിവ്യശക്തിയൊക്കെ ഉള്ളതുകൊണ്ട് ആ യക്ഷന്റെ പൗരുഷം ശിഖണ്ഡിക്ക് കൊടുത്ത് ശിഖണ്ഡിയുടെ സ്ത്രീത്വത്തെ യക്ഷൻ എടുത്തു പോയി. മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷെ എങ്കിലും ശരീരപ്രകൃതിയൊക്കെ സ്ത്രീയുടേതാണ്. കാണുമ്പോൾ നല്ല സുന്ദരിയാണ്. പിന്നീട് ദ്രോണാചാര്യരിൽ നിന്ന് തന്നെയാണ് അസ്ത്രവിദ്യ എല്ലാം പഠിക്കുന്നതും ഈ ശിഖണ്ഡി. അങ്ങനെ ആണും പെണ്ണും അല്ലാത്ത നപുംസകമായിരുന്ന ഒരാളാണ് ശിഖണ്ഡി. ആ ശിഖണ്ഡിയോട് താൻ യുദ്ധം ചെയ്യില്ല എന്ന് ഭീഷ്മര് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോ ശിഖണ്ഡി മുന്നിൽ വരാതെ നോക്കണം. ശിഖണ്ഡിയുടെ മുന്നിൽ ഭീഷ്മർ പെടാതെ നോക്കണം. ശിഖണ്ഡിയും ഭീഷ്മരുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ ഭീഷ്മർ ആയുധം എടുക്കില്ല. ആ ശിഖണ്ഡിയാൽ ഭീഷ്മർ വധിക്കപ്പെടാം. ആ ശിഖണ്ഡി ഭീഷ്മരെ വധിക്കാൻ വേണ്ടിയുള്ള ജന്മമാണ്. അതുകൊണ്ട് ശിഖണ്ഡിയിൽ നിന്ന് ഭീഷ്മരെ രക്ഷിക്കണം എന്ന് തന്നെയാണ് ഈ ആജ്ഞയുടെ, രാജാവായിട്ടുള്ള ദുര്യോധനന്റെ ആജ്ഞയുടെ താല്പര്യം. നിങ്ങളെല്ലാവരും പ്രത്യേകം ജാഗ്രത പുലർത്തണം. ശിഖണ്ഡി ഒരു കാരണവശാലും ഭീഷ്മന്റെ മുമ്പിൽ വന്ന് പെടരുത്. ഭീഷ്മൻ എന്തു തന്നെ വന്നാലും ശിഖണ്ഡിയുടെ മുമ്പിൽ ചെന്ന യുദ്ധത്തിന് ഇടയുണ്ടാക്കരുത്. അവസാനം അത് തന്നെ സംഭവിക്കും. 10-ാം ദിവസം അത് തന്നെ സംഭവിക്കും. അങ്ങനെയാണ് ഭീഷ്മര് വീഴുന്നത്. ആ ശിഖണ്ഡിയുടെ നേർക്ക് യുദ്ധം ചെയ്തു തന്നെയാണ് ഭീഷ്മർ ശിഖണ്ഡിയാലും അർജുനനാലും അസ്ത്രം കൊണ്ട് വീഴ്ത്തപ്പെടുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ ആദേശത്തിന്റെ താല്പര്യം. സർവേഷു അയനേഷു യഥാഭാഗം അവസ്ഥിതാഹ ഭവന്തഃ സർവേ ഏവ ഭീഷ്മം ഏവ അഭിരക്ഷന്തു. ആ ഭീഷ്മരെ തന്നെ നിങ്ങളൊക്കെ നല്ലോണം രക്ഷിക്കണം എന്ന് ദുര്യോധനൻ ആജ്ഞാപിച്ചു. അതിനും ദ്രോണാചാര്യരൊന്നും മിണ്ടിയിട്ടില്ല. ദ്രോണാചാര്യര് മൂകസാക്ഷിയായി എല്ലാം കേട്ട് ശരി എന്ന് പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് നിൽപ്പുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ ഭീഷ്മർക്ക് മനസ്സിലായി ദുര്യോധനൻ വറിയടാണ് എന്ന്. അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. ദ്രോണാചാര്യരോട് പറയുന്ന എല്ലാ കാര്യമൊന്നും ഭീഷ്മർ കേൾക്കുണ്ടാവില്ല ഈ കോലാഹലത്തിന്റെ ഇടയിൽ. എങ്കിലും എന്തൊക്കെയോ മനസ്സിലായി. ഭീഷ്മരെ ചൂണ്ടിക്കാണിച്ച് പറയുണ്ടാവും. ഭീഷ്മമേവ അഭിരക്ഷന്തു ഭവന്ത സർവ ഏവ എന്ന്. അത് നേരത്തെയും യുദ്ധം ഒരുങ്ങുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ദ്രോണരെ. അങ്ങ് വേണം ഭീഷ്മരെ രക്ഷിക്കാൻ. എപ്പോഴും ഒരു നോട്ടം ഉണ്ടാവണം ഭീഷ്മരുടെ മേലെ. ആ ശിഖണ്ഡി അടുത്ത് വരാതെ നോക്കണം എന്നൊക്കെയുള്ള ആ രീതിയിൽ ഇത് പറയുമ്പോൾ ഭീഷ്മർക്ക്
ദുര്യോധനനോട് പാവം തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് ഭീഷ്മർ യുദ്ധത്തിനുള്ള ആദ്യത്തെ കാഹളം മുഴക്കുകയാണ്. കാരണവരായിട്ടുള്ള ഭീഷ്മരാണ് ആദ്യം തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭീമമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ശംഖം മുഴക്കിക്കൊണ്ട്. അത് വായിക്കാം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. തസ്യ എന്ന് പറഞ്ഞാൽ അവന്, ആർക്കാ? ദുര്യോധനന്. സഞ്ജനയൻ ഹർഷം, ഹർഷം സഞ്ജനയന്, ഹർഷത്തെ ജനിപ്പിച്ചുകൊണ്ട്, ദുര്യോധനൻ സന്തോഷിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട്, കുരുവൃദ്ധ പിതാമഹ പ്രതാപവാൻ, 3 പദങ്ങളാണ് ഭീഷ്മരെ കുറിച്ച് പറഞ്ഞത്. ഭീഷ്മർ എന്ന പേര് പറഞ്ഞില്ലെങ്കിലും കുരുവൃദ്ധ, കൗരവന്മാരിൽ വെച്ച് ഏറ്റവും എല്ലാം കൊണ്ടും വൃദ്ധനായിട്ടുള്ള ആള്. ഏകദേശം ഈ മഹാഭാരത യുദ്ധകാലത്ത് അദ്ദേഹത്തിന് 300ഓളം വയസ്സാണെന്നാ പറയണം. ഭീഷ്മർക്ക് 300ന്റെ അടുത്താണ് പ്രായം. കാരണം അനേക തലമുറകൾ കഴിഞ്ഞു. ഇപ്പോഴും ഏറ്റവും ശക്തനായി പ്രതാപിയായി തന്നെ മുമ്പിൽ നിൽക്കുന്നു. പിതാമഹ, ധൃതരാഷ്ട്രർക്കും വലിയച്ഛനാണ്. അച്ഛനായിരുന്ന വിചിത്രവീര്യന്റെ ജ്യേഷ്ഠനാണല്ലോ. അച്ഛനേക്കാൾ എത്രയോ പ്രായത്തിൽ മുതിർന്ന ആളുമാണ്. അച്ഛൻ യഥാർത്ഥത്തിൽ അച്ഛനും അല്ല, വ്യാസപുത്രനാണ് ധൃതരാഷ്ട്രർ. എങ്കിലും അമ്മയുടെ ഭർത്താവ് എന്നുള്ള സ്ഥിതിക്ക് വിചിത്രവീര്യന്റെ എന്തായാലും 32ലധികം വയസ്സിന് മൂത്ത ആളാണ്. കാരണം ഭീഷ്മര് വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുമ്പോഴേ 32 വയസ്സുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും 4-5 വർഷം അദ്ദേഹം രാജ്യം ഭരിച്ചിട്ടാണ്, യുവരാജാവായിരിക്കുകയാണ് സത്യവതി വിവാഹം ശന്തനുവിന്റെ. എന്തായാലും അത് കഴിഞ്ഞിട്ട് 1 വർഷമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. അപ്പോ ഭീഷ്മർക്ക് ഒരു 37-38 വയസ്സുള്ളപ്പോഴാണ് മൂത്ത ആളുടെ ചിത്രാംഗതന്റെ ജന്മം തന്നെ. അത് കഴിഞ്ഞിട്ടാണ്, പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വിചിത്രവീര്യൻ ജനിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു 40-45 വയസ്സ് താഴെയാണ് വിചിത്രവീര്യൻ ഭീഷ്മരുടെ. ആ വിചിത്രവീര്യന്റെ പുത്രസ്ഥാനത്താണ് ധൃതരാഷ്ട്രർ. ആ ധൃതരാഷ്ട്രരുടെ പുത്രനും പുത്രപുത്രന്മാരും ഒക്കെയാണ് ഇവിടെ രംഗത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരിലും വെച്ച് എത്രയോ പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും തലമുറകൾ കൊണ്ടും കുരുവൃദ്ധ പിതാമഹ, ഇവരുടെയൊക്കെ പിതാമഹനാണ്, മുത്തശ്ശനാണ്. പ്രതാപവാൻ, ഇപ്പോഴും പ്രതാപത്തിന് ഒരു കുറവുമില്ലാത്ത, ആരെയും എന്താ പറയുക, ഒരു നോട്ടം കൊണ്ട് തന്നെ വിറപ്പിക്കുന്നതായിട്ടുള്ള ആ പ്രതാപിയായിരിക്കുന്ന ഭീഷ്മൻ ഉച്ചൈഹി സിംഹനാദം വിനദ്യ ശംഖം ദദ്മൗ. ഉച്ചൈഹി, നല്ല ഉച്ചത്തിൽ, സിംഹനാദം വിനദ്യ, സിംഹനാദം എന്ന് പറഞ്ഞാൽ ഗർജനം മുഴക്കിക്കൊണ്ട്, വിനദ്യ എന്ന് പറഞ്ഞാൽ നാദം കൃത്വ. അപ്പൊ ആദ്യം ഒരു അട്ടഹാസം ചെയ്ത് ഗർജിച്ചുകൊണ്ട്, പിന്നെ പുറകെ ശംഖം ദദ്മൗ, ശംഖത്തെ മുഴക്കി, ശംഖഘോഷം ചെയ്തു. ശംഖം ദദ്മൗ പ്രതാപവാൻ. അപ്പോ ദുര്യോധനന്റെ പരിഭ്രമം അല്ലെങ്കിൽ വിവശത, അസ്വസ്ഥതയൊക്കെ മനസ്സിലാക്കിയതായിട്ടുള്ള പിതാമഹനായ ഭീഷ്മർ അവനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട്, നീ പേടിക്കേണ്ട, ഞങ്ങളൊക്കെ സജ്ജരാണ്, ഞങ്ങൾ പര്യാപ്തരായിട്ടുള്ളവരാണ്, അപര്യാപ്തമൊന്നുമല്ല എന്ന് പറയും പോലെ ഞങ്ങളൊക്കെ തയ്യാറെടുത്തിട്ടുണ്ട്, ഇതാ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആവേശത്തില് അദ്ദേഹം തന്നെ ഇതാ യുദ്ധത്തിനുള്ളതായിട്ടുള്ള കാഹളം മുഴക്കി. അപ്പൊ യുദ്ധം പ്രഖ്യാപിക്കുന്നതാരാ? കൗരവന്മാരാ, അതും ഭീഷ്മരാ. വാസ്തവത്തിൽ ചിന്തിച്ചാൽ ആരാണ് യുദ്ധം ആദ്യം തുടങ്ങേണ്ടത്?
യുദ്ധം ആവശ്യമായിട്ടുള്ളത്, അത്യാവശ്യമായിട്ടുള്ളത് ആർക്കാണ്? പാണ്ഡവപക്ഷത്തിനാണ്. അവർക്കാണ് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്കാണ് അർഹതപ്പെട്ട രാജ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാണ്ഡവപക്ഷമാണ് യുദ്ധം പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. ഇവരെ ഡിഫെൻഡ് ചെയ്യാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോ മൊത്തത്തില് പരിഭ്രമം കൊണ്ട് പേരക്കുട്ടിയെ സന്തോഷിപ്പിക്കാൻ കാരണവര് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി പാണ്ഡവർക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റുമോ? കൗരവന്മാരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ആക്രമിക്കാനുള്ളതായിട്ടുള്ള ഓർഡർ കൊടുക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ആയുധം പ്രഹരിക്കാനായിക്കൊണ്ട് തുടങ്ങാൻ നിൽക്കുമ്പോൾ, ഇനി അവസാന നിമിഷത്തിൽ കൗരവർക്ക് പിന്മാറാൻ ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് ഇപ്പോഴും കൗരവന്മാരെ കുറ്റപ്പെടുത്താൻ പാണ്ഡവന്മാരെ കുറ്റപ്പെടുത്താൻ ഒരു ചാൻസും ഇല്ല. ഇപ്പോഴും കുറ്റം കിടക്കുന്നത് കൗരവന്മാരുടെ പക്ഷത്താണ്, അതും കാരണവരുടെ പക്ഷത്താണ്. അദ്ദേഹം തന്നെ തുടങ്ങി വെച്ചു എന്ന് പറയാം. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും പാണ്ഡവന്മാരെ ഇവിടെ കുറ്റപ്പെടുത്താനേ ഇല്ല. കൗരവന്മാർ തന്നെയാണ് യുദ്ധം തുടങ്ങി വെച്ചത്. പാണ്ഡവന്മാർക്ക് ഇനി വേണ്ട, ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള അവസാന അവസരം പോലും നിഷേധിച്ചുകൊണ്ട്. അപ്പോൾ ധൃതരാഷ്ട്രർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായി ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ. അല്ലെ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വന്നിട്ടും പാണ്ഡവന്മാർക്ക് മനസ്സ് മാറിയിട്ട് അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയില്ലേ? എന്താ അവർക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ കാരണം? അവരെന്തുകൊണ്ട് യുദ്ധം ചെയ്തു എന്നൊക്കെ അറിയണമെങ്കിൽ അതിലൊരു കാരണം കൗരവന്മാർ തന്നെ യുദ്ധം തുടങ്ങി വെച്ചു. ആദ്യത്തെ അറ്റാക്ക് ആരംഭിക്കുന്നത് കൗരവപക്ഷത്തുനിന്നാണ്. പിന്നെ മറ്റൊരു കാരണം, ഇവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരുന്നത്, അർജുനനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരുന്നത് ഭഗവാന്റെ സാന്നിധ്യം, ഭഗവത്ഗീത ഉപദേശം. ഇതാണ് ഇതിന്റെ മർമ്മങ്ങൾ. അപ്പൊ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വന്നിട്ടും പാണ്ഡവന്മാർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതിരുന്നത്, ഒന്ന് ഭീഷ്മർ യുദ്ധം തുടങ്ങിയത് കൊണ്ട്, രണ്ട് ഭഗവാൻ ഗീത ഉപദേശിച്ചതുകൊണ്ട്. രണ്ട് കാരണം കൊണ്ടും പിന്തിരിയാതിരുന്നു എന്ന് നമുക്കിതിന്റെ സൂക്ഷ്മവശം മനസ്സിലാക്കാം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ഛൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ തതഃ ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്തഃ സശബ്ദസ്തുമുലോഭവത് തതഃ ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്തഃ സശബ്ദസ്തുമുലോഭവത്. തതഃ അനന്തരം, അതിന്റെ പുറകെ, ശംഖാഃ ച ഭേര്യഃ ച പണവ ആനക ഗോമുഖാഃ സഹസാ ഏവ അഭ്യഹന്യന്ത സശബ്ദഃ തുമുലഃ അഭവത്. തതഃ അനന്തരം ശംഖാഃ ച, ശംഖങ്ങളും. അപ്പൊ കൗരവപക്ഷത്തുള്ളതായിട്ടുള്ള ഓരോ സേനാനായകന്മാരും അതുപോലെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ശംഖങ്ങളെ, ഭേര്യഃ വലിയ വലിയ പെരുമ്പറകളെ, പണവ ആനക ഗോമുഖാഃ ഒന്നിച്ചു പറഞ്ഞു. പണവം എന്ന് പറഞ്ഞാൽ മിഴാവ് പോലെയുള്ളതായിട്ടുള്ള വാദ്യങ്ങളാണ്. വലിയ കലം പോലെയുള്ളതില് മുകളില് തോല് കെട്ടിയിട്ടുള്ളതിനെയാണ് പണവം എന്ന് പറയുക. ആനകം എന്ന് പറഞ്ഞാൽ തപ്പട്ട എന്ന് പറയുന്നതായിട്ടുള്ള വാദ്യങ്ങളാണ്. ഗോമുഖം എന്ന് പറയുന്നതും ഒരു പ്രത്യേകമായിട്ടുള്ള വാദ്യവിശേഷമാണ്. അപ്പൊ പണവം, ആനകം, ഗോമുഖങ്ങൾ
ഇങ്ങനെയുള്ള വാദ്യങ്ങളും സഹസായേവ പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് അഭ്യഹന്യന്ത 4 ഭാഗത്തു നിന്നും പ്രഹരിക്കപ്പെട്ടു, മുഴങ്ങുന്നവയായി ഭവിച്ചു. എല്ലാ ഭാഗത്തു നിന്നും അഭിതഹ ഹന്യന്ത എന്നർത്ഥം. ചുറ്റുഭാഗത്തു നിന്നും 4 ഭാഗത്തു നിന്നും കൗരവ സൈന്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള പെരുമ്പറകളും മിഴാവുകളും തപ്പട്ടകളും ശംഖങ്ങളും ഗോമുഖങ്ങളും എല്ലാം മുഴങ്ങി, പെട്ടെന്ന് മുഴങ്ങി. ഒരു ഓർഡർ ഒന്നുമില്ലാതെ, ഒരു ഡിസിപ്ലിൻ ഒന്നുമില്ലാതെ, ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെ ഒക്കെ കൂടിയിട്ടൊരു ബഹളമായി. സ ശബ്ദ തുമുലഹ അഭവത്, ആ ശബ്ദം ഒരു കോലാഹലമായി ഭവിച്ചു എന്ന് പറയാം. ആകെ ശബ്ദ കോലാഹലമായി. തുമുല ശബ്ദത്തിന് പല അർത്ഥമുണ്ട്. മാറ്റൊലി എന്നുണ്ട്, മാറ്റൊലിക്കൊണ്ടു എന്നും, ഒരു കോലാഹലമായി ഭവിച്ചു എന്നും. അപ്പൊ ആകെ കൂടി ഒരു ബഹളം കൗരവ സൈന്യത്തില്, ഒരു ഓർഡറൊന്നും ഇല്ലാതെ. ഭീഷ്മര് ശംഖം മുഴക്കി, എല്ലാവരും ധൃതി പിടിച്ച് ക്രമമൊന്നുമില്ലാതെ അച്ചടക്കമില്ലാതെ എല്ലാവരും അവരവരുടെ കയ്യിലുള്ള വാദ്യഘോഷങ്ങളെയൊക്കെ മുഴക്കി. യുദ്ധത്തിനായി കൊണ്ടുള്ള വെപ്രാളം കാണിച്ചു, അവര് വ്യഗ്രത കാണിച്ചു. ഞങ്ങൾ റെഡിയാണെന്ന് ഓരോരുത്തരും പ്രഖ്യാപിച്ചു. അപ്പൊ കൗരവപക്ഷം യുദ്ധത്തിനതാ സജ്ജം, സന്നദ്ധം, തയ്യാറായി കഴിഞ്ഞു. അറ്റാക്കിങ് ആരംഭിക്കുകയാണ് അവര്. ആ സന്ദർഭത്തിലാണിതാ ഭഗവാനും അർജുനനും എഴുന്നള്ളുന്നത്. ഭഗവാനാണ് പാണ്ഡവപക്ഷത്തെ ആദ്യ ശംഖം മുഴക്കുന്നത്. ആ ശ്ലോകം കൂടി വായിച്ചു നിർത്താം. തതശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ. തതശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ. തതഃ അനന്തരം ശ്വേതൈഃ ഹയൈഃ യുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ. ശ്വേതൈഃ ശ്വേതങ്ങൾ വെളുത്തത്, ഹയൈഹി കുതിരകളാൽ, യുക്തേ അപ്പൊ വെളുത്ത കുതിരകളാൽ യോജിക്കപ്പെട്ടതായിട്ടുള്ള മഹതി സ്യന്ദനെ വലിയ സ്യന്ദനത്തിൽ, രഥത്തിൽ, സ്ഥിതൗ സ്ഥിതി ചെയ്യുന്ന 2 പേർ. ആരൊക്കെയാണ് അവര്? മാധവഃ പാണ്ഡവഃ ച ഏവ. മാധവനും പാണ്ഡവനും, ഭഗവാനും അർജുനനും നരനാരായണന്മാരുടെ എഴുന്നള്ളത്താണ്. അവർ 2 പേരും ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ. ദിവ്യങ്ങളായ അവരുടെ 2 പേരുടെയും ശംഖങ്ങളെ പ്രദദ്മധുഃ പ്രകർഷേണ ദദ്മധുഃ. 2 പേരായതുകൊണ്ട് ദ്വിവചനമാണ് ദദ്മധുഃ. മറ്റേ ഭീഷ്മർ ഒറ്റയ്ക്കായപ്പോ ദദ്മൗ എന്ന് പറഞ്ഞു, ഇവിടെ ദദ്മധുഃ. ഇനി ദദ്മുഹു എന്ന് പറയും. വരിവരിയായിട്ട് ബാക്കിയുള്ളവരൊക്കെ കൂടി ചെയ്തപ്പോൾ ദദ്മുഹു എന്ന് പറഞ്ഞാൽ ബഹുവചനം. ദദ്മധുഃ 2 പേർ മുഴക്കി, ദദ്മൗ ഏകവചനം. അപ്പൊ മാധവനും പാണ്ഡവനും ദിവ്യങ്ങളായ ശംഖങ്ങളെ മുഴക്കി. ആ ദിവ്യങ്ങളായ ശംഖങ്ങൾ ഏതൊക്കെയാണെന്ന് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. നമുക്ക് നാളെ കാണാം. ഈ ശ്ലോകവും നമ്മൾ കാണാനുണ്ട്. ഒന്ന് വായിച്ചു നിർത്തിയെന്നേ ഉള്ളൂ. ദീപാവലിയായിട്ട് ഭഗവാന്റെ ശംഖനാഥം നമ്മുടെ ചെവിയിൽ മുഴങ്ങട്ടെ. ധർമ്മകാഹളമാണത്. അപ്പൊ പാണ്ഡവന്മാരുടെ പക്ഷത്തു നിന്ന് ആരാ യുദ്ധം നയിക്കുന്നത്? ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ. ഭഗവാനാണ് ആദ്യത്തെ കാഹളം മുഴക്കുന്നത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യ കാഹളം പാണ്ഡവ സൈന്യത്തിൽ മുഴക്കുന്നത് ഭഗവാനാണ്. അപ്പോ ആരും തമ്മിൽ അവിടെ യുദ്ധം ഒന്ന് നല്ലോണം ഒന്ന് നോക്കൂ, സൂക്ഷിച്ചു നോക്കൂ. കൗരവരും പാണ്ഡവരും തമ്മിലാണോ? ഭഗവാനും ഭീഷ്മരും തമ്മിലാണോ? സൂക്ഷിച്ചു നോക്കുമ്പോ ഭഗവാനും ഭീഷ്മരും തമ്മിലാണ് യുദ്ധം. ഭഗവാൻ ധർമ്മപക്ഷവും ഭീഷ്മർ ഏത് പക്ഷം നിങ്ങൾ തീരുമാനിച്ചോളൂ.
അപ്പൊ ഭീഷ്മ വേഴ്സസ് ഭഗവാൻ, ഇതാണ് ഇവിടുത്തെ കളി. മഹാഭാരതം ഭീഷ്മ വേഴ്സസ് ഭഗവാൻ, നോട്ട് പാണ്ഡവ വേഴ്സസ് കൗരവ, ധർമ്മ വേഴ്സസ് അധർമ്മ. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ ധർമ്മപക്ഷത്തെ നയിക്കുന്നത് ഭഗവാനാണ്, അധർമ്മപക്ഷത്തെ നയിക്കുന്ന ആളാണ് ഭീഷ്മര്. അപ്പൊ ഭീഷ്മരും ഭഗവാനും തമ്മിലാണ് വാസ്തവത്തിൽ രണ്ട് ആദർശങ്ങൾ, രണ്ട് ആശയങ്ങൾ. രണ്ടിന്റെയും നേതൃത്വം ആരാണ്? ഒരു പക്ഷത്ത് നേതൃത്വം കൊടുക്കുന്നത് ഭീഷ്മർ, മറ്റൊരു പക്ഷത്ത് നേതൃത്വം കൊടുക്കുന്നത് ഭഗവാൻ. നിങ്ങൾ ഏത് പക്ഷത്താണ് തീരുമാനിച്ചോളൂ. കളി കാണുന്ന കാണികളായിട്ട് നിങ്ങൾക്ക് ഏത് പക്ഷമാണ്, ഏത് പക്ഷത്താണ് നമ്മൾ കൂടേണ്ടത്? ചിന്തിക്കുക. അപ്പോ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഭീഷ്മരെ ന്യായീകരിക്കാൻ ഇനി നമ്മളുണ്ടാവില്ല. ഒരു കാലത്തും നമ്മൾ ഭീഷ്മരെ ന്യായീകരിക്കുകയില്ല. ഭീഷ്മർ ചെയ്ത ഒരു പ്രവൃത്തിയെയും നമുക്ക് ന്യായീകരിക്കാനാവില്ല. അപ്പൊ മഹാഭാരതത്തിലെ പ്രതിനായകൻ അതാണ് ഭീഷ്മർ. മഹാഭാരതത്തിലെ നായകൻ അതാണ് ഭഗവാൻ. മഹാഭാരതത്തിലെ നായകൻ ചെറിയ റോളേ ഉള്ളുവെങ്കിലും ഭഗവാനാണ് മഹാഭാരതത്തിലെ നായകൻ. പ്രതിനായകനാണ് ഭീഷ്മർ. ഭീഷ്മരുടെ കഥയാണ് മഹാഭാരതം. ഭീഷ്മരുടെ പരാജയത്തിന്റെ കഥയാണ് മഹാഭാരതം. ഭീഷ്മരുടെ പരാജയം എന്ന് പറഞ്ഞാൽ അധർമ്മത്തിന്റെ പരാജയം. യഥോ ധർമ്മ തഥോ ജയ. അപ്പൊ ചിന്തിക്കുക, ഉറപ്പിക്കുക, നിശ്ചയം ഉണ്ടാവണം, കാര്യങ്ങൾ നിശ്ചയിക്കണം. നമുക്ക് നാളെ കാണാം. ദീപാവലി തിരക്കാണ്. വിളക്കുകൾ കൊളുത്താനും പടക്കം പൊട്ടിക്കാനും ഒക്കെ ഉണ്ട് നമുക്ക് കുട്ടികളുടെ കൂടെ. നിങ്ങൾക്കും അതൊക്കെ ഉണ്ടാവും. എല്ലാ വീടുകളും പ്രാർത്ഥനാപൂർവം ഭാരതത്തിൻ്റെ നഷ്ടപ്രതാപങ്ങളെല്ലാം വീണ്ടെടുക്കാനായിക്കൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അയോധ്യ വീണ്ടെടുത്തതുപോലെ സനാതന ധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അതിൻ്റെ പ്രതീകമായിട്ട് ഓരോരുത്തരും വീടുകൾ ദീപം കൊണ്ട് ഉജ്ജ്വലിപ്പിക്കുക. എല്ലാ വീടുകളും ആ എന്താ പറയുക, ജ്ഞാനദീപം, സനാതന ധർമ്മത്തിൻ്റെ ദീപം പ്രകാശിക്കട്ടെ. ഹരി ഓം. എല്ലാവർക്കും വീണ്ടും ഹാപ്പി ദീപാവലി. നാളെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കാണാം. ഹരി ഓം. അല്ല, നാളെ നാരായണീയമില്ല. 2 ക്ലാസ്സുകളേ ഉള്ളൂ. രാവിലത്തെയും വൈകുന്നേരത്തെയും ഉള്ളൂ. നാരായണീയമില്ല. ഹരി ഓം. ഹരി ഓം. നാരായണ. ജയ് ശ്രീകൃഷ്ണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാരായണ.